ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലല്ലാലിൻ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യമേ തന്നെ യോഗത്തിന് സ്വാഗതം അർപ്പിക്കാനായിട്ട് പോൾ ജെ കോയിക്കരയെ ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയുള്ള എല്ലാവർക്കും ആദ്യമേ നമസ്കാരം. ഇന്നത്തെ ഈ ദിവസം എൻ്റെ ഇളയ പെങ്ങൾ, എൻ്റെ തൊട്ടുപാടുന്ന പെങ്ങൾ റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഒരു കൂടിച്ചേരലായിട്ട് നമ്മളെല്ലാവരോടും ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം എൻ്റെ കുടുംബത്തിലും പ്രത്യേകിച്ച് എൻ്റെ സഹോദരി ടെസി ജോസിനും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. റിട്ടയർമെന്റും അതുകൂടാതെ ഇതുപോലുള്ളൊരു ഒത്തുചേരലും, അതാണ് സന്തോഷത്തിന്റെ കാരണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നീണ്ട വർഷങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ടെസി ഇന്ന് തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ച് ഈ മഹനീയമായ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ വേദി അലങ്കരിക്കുന്ന വിശേഷാതിഥികളെ ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ടെസ്സിയുടെ ഔദ്യോഗിക ജീവിതത്തിലെ വഴികാട്ടിയും അയൽവാസിയും അതിലുപരി ഒരു സഹോദരിയെ പോലെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുമായ ശ്രീമതി മേരി മാണി വിജയത്തിന്റെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ പള്ളിയുടെ ആത്മീയഗുരുവും ഞങ്ങളുടെ വികാരിയുമായ ഫാദർ ഡോക്ടർ ആൻജോൺ ചാലിശ്ശേരി അച്ഛനെയും ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പള്ളിയുടെ സഹവികാരിയായ സെതിൽ കുമ്പളത്തച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെ ബാങ്കിംഗ് മേഖലയിലെ ടെസ്സിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്നും പിന്തുണ നൽകിയ ഇന്നത്തെ ചടങ്ങിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന SBI ബ്രാഞ്ച് മാനേജർ ശ്രീമതി അനു പാപ്പത്തിനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെയും ടെസ്സിയുടെ സഹപ്രവർത്തകരും പ്രിയ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ ഏവരെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ടെസ്സിയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ എന്റെ സഹോദരിക്ക് വേണ്ടി ഈ സമ്മേളനം ഭംഗിയായി നടത്തുന്നതിനും എല്ലാവരെയും നേരിൽ കണ്ട് എല്ലാവർക്കും ആശംസകളും ഇതിൽ അറിയിക്കുന്നതിനെത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും SBIയുടെ എല്ലാ സ്റ്റാഫും, നേരത്തെ റിട്ടയർ ചെയ്തിട്ടുള്ള സ്റ്റാഫും, അതുപോലെ തന്നെ പലരെയും നേരിട്ട് കണ്ട് പറ്റിയില്ലെങ്കിൽ പോലും ഓരോരുത്തരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി മേരി മാണി വിജയത്തിന്റെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ താരം നമ്മുടെ പ്രിയപ്പെട്ട ടെസ്സിയാണ്. ടെസ്സിയെ പ്രത്യേകമായിട്ട് ടെസ്സിയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടെസ്സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് അതിജീവിതം അല്ലെങ്കിൽ അതിജീവനം എങ്ങനെയാണെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ടെസ്സി. ടെസ്സിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അടുക്കളയുടെ 4 ചുവര് മാത്രം ഒരു സാമ്രാജ്യമായി കണ്ടിരുന്ന ടെസ്സി ഒരു ദിവസം പെട്ടെന്ന് തൻ്റെ ഭർത്താവ് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ജോസ് പുള്ളിക്ക് വയ്യാതെയാവുന്നു. ഹോസ്പിറ്റലിലെല്ലാം പോയി ചികിത്സിക്കുന്നു. അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ 2 പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ ടെസ്സിയെ തനിച്ചാക്കി ജോസ് പോയി. എന്ത് ചെയ്യണമെന്ന് നിസ്സഹായാവസ്ഥയിൽ, കാരണം ഒരിക്കലും വീട് വിട്ട്
കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ടെസ്സി ഒരു ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ടെസ്സി. പക്ഷേ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് വീട്ടുകാരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ടെസ്സിയുടെ സഹോദരങ്ങളും മറ്റ് വേണ്ടപ്പെട്ടവരെല്ലാം ഒത്തിരി സപ്പോർട്ട് ആ സമയത്തെല്ലാം ടെസ്സിക്ക് ഉണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ എനിക്ക് പോലും സധൈര്യം ടെസ്സി ഈ പുതിയ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുകയും തന്റെ 2 കുഞ്ഞുമക്കളെ അവരെ വളർത്തി പ്രാപ്തരാക്കാൻ പഠിപ്പിച്ച് അവരെ ഓരോ ജോലിക്ക് പ്രാപ്തരാക്കാൻ വേണ്ടി നന്നായിട്ട് ടെസ്സി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്തതായിട്ട് നമുക്കറിയാം. ടെസ്സിയുടെ ചരിത്രമൊക്കെ ടെസ്സി അങ്ങനെ ആലുവ ബ്രാഞ്ചിലൊന്ന് ജോയിൻ ചെയ്യാണ്. ഒരിക്കലും പുറത്തിറങ്ങാത്ത ടെസ്സി ആലുവ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു ബ്രാഞ്ചാണെന്ന്. ഇന്നത്തെ ഇരട്ടി സ്റ്റാഫും ഉണ്ട്. പിന്നെ അതൊരു പാരാവാര സമുദ്രം പോലെ പരന്നു കിടക്കുന്ന താഴെ മോണ്ടുമായിട്ട് 2 നിലകളിലായിട്ട് കിടക്കുന്ന ഒരു ബ്രാഞ്ച്. അവിടെ ഒരു പ്രാവശ്യം തന്നെ നടന്നെത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് പല പ്രാവശ്യം ഫയലുകളുമായിട്ട് കയറി ഇറങ്ങി ടെസ്സി യാതൊരു മടിയും കൂടാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ആരെ അറിയിക്കാതെ എപ്പം നോക്കിയാലും ടെസ്സിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയോടുകൂടി ടെസ്സി നടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനും തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും, അതോടൊപ്പം തന്നെ ഞാൻ ടെസ്സിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, സഹോദരങ്ങൾ തമ്മിലുള്ള നല്ല കൂട്ടായ്മയുണ്ട് ഈ ആലങ്ങാട്. അത് ഉറപ്പാണ്. അവരുടെ ജീവിത വിജയം തന്നെ ആ കൂട്ടായ്മയിൽ ഊന്നിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജോസിന്റെ വീട്ടുകാരെയും ചേർത്ത് നിർത്താൻ ടെസ്സി എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കലും സാധാരണ ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണും ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടൊന്നും അത്ര വലിയൊരു കണക്ഷൻ പലർക്കും ഉണ്ടാകണമെന്നില്ല, പ്രത്യേകിച്ച് സ്വന്തം വീടിന്റെ പരിസരത്തേക്ക് താമസം മാറ്റുമ്പോഴും. പക്ഷെ ടെസ്സിയിൽ ഞാൻ എന്നും കണ്ടിട്ടുള്ള ഒരു ഗുണം, ആർക്കാണോ താങ്ങായിട്ട് നിൽക്കേണ്ടത്, ആർക്കാണോ സാമ്പത്തിക സഹായം വേണ്ടത്, അല്ലെങ്കിൽ മറ്റേ ഏതായാലും ശരീരം കൊണ്ട് ചിലപ്പോൾ അവർക്ക് വല്ല അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനോ ഏത് രീതിയിൽ വേണമെങ്കിലും ടെസ്സി 2 സ്ഥലങ്ങളിലും സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടില് സഹോദരങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് എപ്പോഴും അവർക്ക് താങ്ങൽ തണലുമായി നിന്നിട്ടുള്ള ടെസ്സിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കുറെ വർഷം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ടെസ്സി എല്ലാവരെയും കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എല്ലാ നാത്തൂന്മാരെയും ഞാൻ അധികം അങ്ങനെ നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാവരെയും കാണാപ്പാടെ എനിക്കറിയാം. ടെസ്സി പറഞ്ഞു ഓരോ പെരുമ്പാവൂരുള്ള നാത്തൂനായാലും അല്ലെങ്കിൽ മറ്റേ കൊച്ചി ഭാഗത്തുള്ള എല്ലാവരെയും കുറിച്ചും ടെസ്സി വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. എല്ലാവരുടെ മക്കളെ കുറിച്ചും എല്ലാം പറഞ്ഞു എല്ലാം അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിച്ചും. അതുപോലെ തന്നെ ബാങ്കിലും എല്ലാവരെയും ഒരിക്കലും വളരെ ചെറുപ്പത്തിലെ ടെസ്സി ബാങ്കിൽ ജോയിൻ ചെയ്തതാണ്. പക്ഷെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത്രയൊക്കെ ആണെങ്കിലും ഒരിക്കൽ പോലും ഇത്രയും കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗോസിപ്പിന് ടെസ്സിയുടെ പെരുമാറ്റം ഇടയാക്കിയിട്ടില്ല എന്നുള്ളതാണ് വളരെ നമുക്ക് എന്താ പറയാ അഭിമാനത്തോടുകൂടി അവിടെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ പോലും ചെറുപ്പമാണ്, സുന്ദരിയാണ്, എല്ലാം ആണ് എങ്കിൽ പോലും ടെസ്സിയുടെ ഓരോരുത്തരുമായിട്ടുള്ള ഇടപെടൽ ഞാൻ നോക്കുമ്പോൾ കൊളീഗ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ സഹപ്രവർത്തകർ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ്. പക്ഷെ ടെസ്സി അവരോട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടുപ്പല്ലുകൾ തമ്മിലുള്ള അടുപ്പം പോലെയാണ് ടെസ്സിക്ക് എല്ലാവരോടുള്ള അടുപ്പം. ഈവൻ ആണുങ്ങളായാലും എല്ലാവരും അടുപ്പല്ലുകൾ പോലെ. അടുപ്പല്ലുകൾ എങ്ങനെയാണ് ഒരകലം കാത്തുകൊണ്ടുള്ള ഒരു അടുപ്പമാണ്. ഒരിക്കലും അവരിങ്ങനെ തൊട്ടാണ് ഇരിക്കണമെങ്കിലും എപ്പോഴും ഒരു ചെറിയ അകലം കാത്തുകയായിരിക്കും. അതുപോലെ ടെസ്സി എല്ലാവരെയും എവിടെയൊക്കെ നിർത്തണം, ആരോടൊക്കെ എങ്ങനെ വേണം എന്ന് വളരെ വ്യക്തമായിട്ട് ടെസ്സിക്ക് അറിയാം. അതിനനുസരിച്ച് ടെസ്സി വളരെ ഭംഗിയായിട്ട് തൻ്റെ റോളുകൾ എപ്പോഴും കൈകാര്യം ചെയ്ത് പോന്നിട്ടുള്ള ആളാണ്. അവരെ കസ്റ്റമേഴ്സൊക്കെ ഞാൻ 1-2 പേരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇങ്ങനെ ടെസ്സിയുടെ റിട്ടയർമെന്റ് ആണ് ഞായറാഴ്ച, ടെസ്സി പോരുകയെന്ന്. അയ്യോ, അപ്പൊ പരിചയമുള്ള മുഖങ്ങൾ എല്ലാം പോവുകയാണല്ലോ
ഇനി ആരുമില്ല. അവിടെ ഓടി ചെന്ന് കഴിഞ്ഞാൽ മറ്റേത് ടെസ്റ്റ് ചേച്ചി കണ്ടു കഴിഞ്ഞാൽ ഓടി വരുമായിരുന്നു. ഇനിയിപ്പോ അതും പോയി അല്ലേ? കാരണം എല്ലാവർക്കും ആർക്കാണോ ആവശ്യമുള്ളത് അവിടെ എല്ലാം ടെസ്റ്റ് ഓടിയെത്താനും അവരെ സഹായിക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും, ആദ്യമായിട്ടൊക്കെ ബാങ്കിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനും എല്ലാത്തിനും ടെസ്റ്റ് വളരെ മുൻപിൽ നിന്നിരുന്നു. അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ ടെസ്റ്റിയുടെ ജീവിതത്തിൽ എന്നുണ്ടാവും. മക്കളൊക്കെ രണ്ടുപേരും നല്ല നിലയിലായി ഒരുവിധം സ്വസ്ഥമായിട്ട് മേഴ്സി എന്നുള്ള നാത്തൂനുണ്ട് കൂടെ. അപ്പൊ രണ്ടുപേർക്കും കൂടി ഇനി പല നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും കുറച്ച് കുശുമ്പൊക്കെ പറഞ്ഞ് ഇനിയുള്ള കാലത്ത് അങ്ങനെയൊക്കെ സന്തോഷത്തോടുകൂടി ഇരിക്കാനല്ല എല്ലാ അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് അവിടുത്തെ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ വലുതാവുമ്പോൾ ആരാകണം എന്നുള്ളതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവുമല്ലോ, വലുതാവുമ്പോൾ ഇന്ന ആളാകണം എന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു കൊച്ചു പിടിക്കൻ എഴുതിയത്, എനിക്ക് വലുതാവുമ്പോ എന്നാൽ ഇപ്പൊ തന്നെ ആയാലും കൊള്ളാമെന്നുള്ള മട്ടിലാണ് അവൻ എഴുതി, എനിക്കൊരു സീനിയർ സിറ്റിസൺ ആവണം. കാരണം എന്താ, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അലാറം കേട്ട് ഓടിപ്പറഞ്ഞ് എഴുന്നേക്കണ്ട, ഹോംവർക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ പള്ളിയിൽ പോകണ്ട. ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഉള്ള സമയത്ത് എഴുന്നേറ്റാൽ മതി. ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഗെയിം മൊബൈലിൽ കളിക്കാം. പിള്ളേരൊക്കെ ഗെയിം കളിക്കാനായിട്ട് കാരണന്മാർ സമ്മതിക്കില്ല. ഇപ്പൊ കാരണന്മാർ അതിനകത്ത് പ്രായമുള്ളവരിൽ നിന്ന് ഗെയിം കളിച്ചാൽ ഇപ്പൊ എത്ര നേരം കളിച്ചാലും കൂടി വന്നവരൊന്നും പുറകോ ഈ തള്ള പറയാറ് അതിന്റെ ഉള്ളിൽ നോക്കി ഇരിക്കണം എന്ന് പറയുന്നതല്ലാതെ ആരും നമ്മുടെ മതി നിർത്തുമെന്ന് പറയില്ല. അപ്പൊ അങ്ങനെ സീനിയർ സിറ്റിസൺ ആണ്. ഇതിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള കൂട്ടുകാരുമായിട്ട് ഇരുന്ന് വർത്തമാനം പറയാം, എത്ര നേരം വേണമെങ്കിലും ആരെങ്കിലും ഫോണിൽ വിളിക്കാം. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ അവൻ നോക്കുമ്പോൾ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട്. അപ്പൊ അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. ഒരുപാട് നമുക്കിനിയിപ്പോ വലിയ കെട്ടുപാടുകളും ചുറ്റുപാടുകളും ഒന്നുമില്ല. രാവിലെ പക്ഷെ ടെസ്സിയുടെ കാര്യത്തിന് ടെസ്സി എന്നും രാവിലെ പള്ളി പോണ ഓട്ടത്തിലാണ്. ആത്മീയത തീർച്ചയായിട്ടും അത് വേണം. ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ഒരു ഭൗതിക ജീവിതമാണ് നമുക്ക് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. അതിന് ടെസ്സിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ എങ്കിലും അത് കഴിഞ്ഞ് ഓടിപ്പറഞ്ഞ് മറ്റത് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഓഫീസിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ബസ്സിന്റെ ഫോണപ്പോഴേക്കും കേൾക്കും. സ്റ്റോപ്പിൽ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ബസ്സിലെ ഡ്രൈവർമാര് നമ്മളെ കാണാതെ ആകുമ്പോൾ അകലേറേ ഓണടിക്കാൻ തുടങ്ങി. പറന്നാണ് പിന്നെ നമ്മൾ വരുന്നത്. ആ ഓട്ടം നേരെ ഓടുകയാണെങ്കിൽ കേരളം മൊത്തം ഓടുന്ന ഓട്ടം നമ്മൾ ഈ സർവീസിലുള്ള ആ സമയം കൊണ്ട് നമ്മൾ ഓടിയാല്. അതുപോലെയുള്ള ഓട്ടത്തിന്റെ പുറകൊന്നും ഇനി ഒരു ആവശ്യമില്ല. നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും കഴിയാനുള്ള ദിവസങ്ങളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് റിട്ടയർമെന്റ് ലൈഫ് നല്ല ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു റിട്ടയർ ചെയ്യുന്നു, ഇത്രയും നാള് ബാങ്കിന്റെ എന്തോ ആയിരുന്നു, തൂണ് പറയുന്നത് നമ്മളുടെ തലയിലായിരുന്നു എന്നുള്ള വിചാരത്തിലാണല്ലോ നടന്നിരുന്നത്. അപ്പൊ അതെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഇനി നമ്മള് ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പക്ഷെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേ അതിന്റെ സുഖം മനസ്സിലായേ. രാവിലെ പള്ളിയിൽ പോവുക, അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. പേരക്കുട്ടികളെയൊക്കെ ഒന്ന് കളിപ്പിക്കാം, നോക്കുക, അവരുടെ കുറച്ചു നേരം വേണമെങ്കിൽ ഒളിച്ചു കളിക്കാം, എന്ത് വേണമെങ്കിലും കളിക്കാം. അതിനൊക്കെയുള്ള ഒരു സമയവും നമുക്ക് അതിനുള്ളൊരു ശാന്തതയും നമ്മുടെ ഇടയ്ക്കുള്ള കുറെ കാലത്തെ ഫ്രണ്ട്സിനെയൊക്കെ പലരെയും നമ്മള് പണ്ട് സൗഹൃദ സന്ദർശനം നടത്തണമെന്ന് പറ്റാതെ പോയ പലരും ഉണ്ടാവും. അവരുടെയൊക്കെ വീടുകളിലൊക്കെ നമുക്കൊന്ന് പോകാം. ഫോൺ വിളിക്കണമെന്ന് വിചാരിച്ചാൽ പലരും ഉണ്ടാവും, തിരക്ക് മൂലം മാറ്റി വെച്ചത്. അവരെയൊക്കെ ഒന്ന് ഇടയ്ക്ക് വിളിച്ച് വർത്തമാനം പറയാം. വായിക്കാൻ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ പലപ്പോഴും മാറ്റി വെച്ച് പോയിട്ടുണ്ടാവും. കുറെ നേരം ഇരുന്ന് അതൊക്കെ വായിക്കാം, ഇഷ്ടപ്പെട്ട സിനിമ കാണാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മളെപ്പോഴും തീരെ അലസരായിട്ടിരിക്കാതെ നമുക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ എൻഗേജഡായി എന്നാൽ ഒരുപാട് ഭാരിച്ച കാര്യങ്ങളിലൊന്നും തലയിടാതെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കുക. വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ പ്രായമായ നമ്മളെ പോലെയുള്ളവരൊക്കെ ഉണ്ടാവും. ഒന്ന് ഇടയ്ക്ക് വിളിച്ച് കണ്ടില്ലെങ്കിൽ എന്ത് പറ്റി ചേച്ചി എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ
കുറച്ച് ദൂരമുള്ളവർ യാത്ര ചെയ്യാൻ പറ്റാത്തവരൊക്കെ പലപ്പോഴും ഒന്ന് കാണാനൊക്കെ പോകുന്നതൊരു സന്തോഷമായിരിക്കും അവർക്ക്. സൗഹൃദ സന്ദർശനങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ അല്ലാതെ നമ്മൾ പ്രായമായി ഒറ്റപ്പെട്ടൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ ഇത് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ പോകാനും അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വില പിടിച്ച സമ്പത്ത് എനിക്ക് തോന്നുന്നത് പൈസയൊന്നുമല്ല, നല്ല സൗഹൃദങ്ങളുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ സൗഹൃദങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ എപ്പോഴും ചെറുപ്പമാക്കി വയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോകാം, സിനിമയ്ക്ക് പോകാം, അങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എങ്ങനെയെല്ലാം പെരുമാറാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് സന്തോഷമായിട്ടും സമാധാനമായിട്ടും മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒത്ത് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ടെസ്സിക്ക് സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടെസ്സിയുടെ കുടുംബാംഗങ്ങൾക്കും, കാരണം ഈ ഒരു ഐക്യം ടെസ്സിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ടെസ്സിക്ക് എപ്പോഴെല്ലാം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ സഹോദരങ്ങൾ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടെ അവിടെ ഓടിയെത്തി അവരെയൊക്കെ ടെസ്സിയും തന്നെയല്ല എല്ലാവരെയും അവിടെയുള്ള എല്ലാ പെണ്ണുമാരും നല്ല ഐക്യമുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ഐക്യം ഇനിയും നിലനിന്ന് ടെസ്സിക്ക് അടിക്കടിക്ക് അവിടെയൊക്കെ പോയി നോക്കാം എന്തൊക്കെയാണ് 4 മണിക്ക് നാത്തുമാരുണ്ടാക്കിയിട്ടുള്ളത്, അതിൽ പോരായ്മകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത്. ടെസ്സി അത്യാവശ്യം നല്ല കുക്കാണ്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അപ്പൊ നമുക്കൊരു സന്തോഷമാവും. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് വലിയൊരു ഒന്നെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ ചെറുത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചും വർത്തമാനം പറഞ്ഞു അങ്ങനെയൊക്കെ ആ ബന്ധങ്ങളെല്ലാം ടെസ്സിയുടെ ബന്ധങ്ങൾ ഇനിയും ഊഷ്മളതയോടുകൂടി നിലനിൽക്കട്ടെ. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന റിട്ടയർ ചെയ്ത എല്ലാ സ്റ്റാഫിനും എൻ്റെ ഒരു സുഹൃത്തുക്കളൊക്കെ കുറേ പേരുണ്ടോ എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ നാളെത്തി ഓരോരുത്തരൊക്കെ കാണുമ്പോഴും. അപ്പോൾ എല്ലാവർക്കും നന്മ മാത്രം നേർന്നുകൊണ്ട് ടെസ്സിക്ക് ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉദ്ഘാടന പ്രഭാഷണത്തിനായിട്ട് അനൂപ് അപ്പച്ചനെ സ്വാഗതം ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഇന്ന് നമ്മളിവിടെ ചേച്ചിയുടെ റിട്ടയർമെന്റ് ഫംഗ്ഷന്റെ വീട്ടുകാർ നടത്തുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ ബ്രാഞ്ചിൽ നിന്ന് റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ചേച്ചിനെ എനിക്ക് 2 വർഷമായിട്ടുള്ള പരിചയമാണുള്ളത്. ചേച്ചി വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് നമ്മൾ എല്ലാവരോടും പെരുമാറാറുള്ളത്. പ്രത്യേകിച്ച് ഒരു വയ്യാത്ത കസ്റ്റമേഴ്സ് വരികയാണെങ്കിലും പ്രായമായവരൊക്കെ വരുമ്പോഴും ചേച്ചി ഒരു പ്രത്യേക ശ്രദ്ധ അവരിൽ ചെലുത്താറുണ്ട്. ചേച്ചി വന്ന് പ്രത്യേകം പറയും ഇങ്ങനെയുള്ള ആൾക്കാരാണ്, വേഗം ചെയ്തു കൊടുക്കണം, അധികം അവരിരുത്തരുത്. പിന്നെ ചേച്ചി ഞങ്ങൾക്ക് എപ്പോഴും മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഇന്നലെയും പറഞ്ഞു, മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ ഷെയ്ക്ക് മെയിൻ ഐറ്റം ആണ്. രാവിലെ എല്ലാ ദിവസവും കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കഠിനാധ്വാനിയും ദൈവവിശ്വാസിയും, തികഞ്ഞ ദൈവവിശ്വാസിയാണ്. എല്ലാം കാര്യങ്ങളും ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് ചേച്ചി ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അപ്പൊ അതിൻ്റെതായ എല്ലാ നന്മകളും ചേച്ചിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഔദ്യോഗികമായി ഞാൻ ഈ റിട്ടയർമെന്റ് വീട്ടുകാർ നടത്തുന്ന റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഉദ്ഘാടനത്തിൽ സംസാരിച്ച പ്രത്യേക നന്ദി. അടുത്തതായിട്ട് നമ്മുടെ ഫാദർ ആൻഡോ ചാലിശ്ശേരിയെ സ്വാഗതം ചെയ്ത് ബ്ലെസ്സിംഗ് ചെയ്യുന്നതായിട്ട്. സ്നേഹനിർഭരെ, റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലാണ് നമ്മളായിരിക്കുക. ഈ റിട്ടയർമെന്റ് ഫംഗ്ഷന്റെ എന്ന് പറഞ്ഞാൽ ടെസ്സി ചേച്ചിയോട് ചോദിച്ചു, ടെസ്സി എന്ത് ജോലിയാണ് ചെയ്തത്? അപ്പൊ ടെസ്സി ചേച്ചി പറഞ്ഞു, ഞാൻ മെസ്സഞ്ചർ എന്ന് പറയുന്ന ജോലിയാണ് ചെയ്തത്. ഞാൻ ഞെട്ടിപ്പോയി. ബാങ്കില് മെസ്സഞ്ചർ എന്നൊരു ജോലിയുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് പിയു എന്നുള്ള പോസ്റ്റിനെ SIBയിലെ അല്ലെ മെസ്സഞ്ചർ എന്നാണ്. എന്താണ് മെസ്സഞ്ചർ? ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പുസ്തകമുണ്ട്, മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചർ എന്നുള്ള പുസ്തകം.
ഉത്സവമല്ല, ഒരു എന്താ പറയുക, 3 മാസം കൂടി കേൾക്കുന്ന ത്രൈമാസ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. അതിന് ചില നല്ല സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. അധ്യക്ഷ പുസ്തകം നൽകിയ നമ്മുടെ ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് ചേച്ചി എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഗ്രൂപ്പിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സുതാര്യമായി വരച്ചു ചേർത്തിട്ടുണ്ട്. ജീവിതം ഒരു സന്ദേശമായിട്ട് തന്നെയാണ് ഈ റിട്ടയർമെന്റിന് ചേച്ചി അഭിമാനത്തോടെ നിൽക്കുക. കാരണം ഇത്രയും നാൾ പ്രായത്തിന്റെ ഓരോ ഘട്ടങ്ങള്, കുടുംബത്തിന്റെ ഓരോ സാഹചര്യങ്ങള്, ബന്ധങ്ങളിലെ ഓരോ പ്രവർത്തനങ്ങള് ഒക്കെ കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ, അതും ഒരു സ്ഫടികം പോലെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന ബന്ധങ്ങളിൽ ജീവിക്കുമ്പോൾ, റിട്ടയർ ചെയ്യുമ്പോഴും ആ ബന്ധങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അധ്യക്ഷ പുസ്തകം പറഞ്ഞു, ദേവാലയത്തെ ചേർത്ത് നിർത്തിയിട്ടാണ് ആരംഭിക്കുക എന്നുള്ളത്. നമുക്കറിയാം, വിശുദ്ധമായ ചിന്തകളോടെ ഓരോ പ്രഭാതവും ആരംഭിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഓരോ മനഃപ്പാടുകളും നമുക്ക് ക്രമപ്പെടുത്തുകയുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുക നിശ്ചയിച്ച് അതിന് സങ്കടപ്പെടേണ്ട കാര്യമില്ല. കരയാനുള്ളവർക്ക് ഇന്നലെ കരഞ്ഞു തീർക്കുമെന്നാണ് പറഞ്ഞത്, ഇന്ന് കരയാനില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി കരയേണ്ട കാര്യമില്ല. കണ്ണീരുകളേക്കാൾ ഒഴുകിയൊഴുകുന്ന കണ്ണീരിന്റെ നനവുകളേക്കാൾ ചെയ്ത വന്നവരിലൊക്കെയുള്ള നന്മകളോർത്ത് ഇനി ദൈവം ആഗ്രഹിക്കുന്ന ഓരോ കാലഘട്ടത്തിലും നന്ദി പറഞ്ഞ് മാത്രം ജീവിക്കുക. നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും. അതിനുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ആരോഗ്യങ്ങളും എല്ലാം നേരുന്നു. അനുഗ്രഹം. താങ്ക് യു ആൻഡ്രച്ച. അടുത്തതായിട്ട് അനുഗ്രഹ പ്രഭാഷണത്തിന് നമ്മുടെ കൊച്ചച്ഛൻ ഫാദർ സെബിൻ കുബത്തിനെ സ്വാഗതം ചെയ്യുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ പറഞ്ഞതുപോലെ ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വരുന്നു. വാർദ്ധക്യത്തിലെത്തി അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ എന്നൊക്കെ ചില വ്യക്തികളോട് പറയുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി 10 ദിവസമുള്ളെന്ന് പറയുവാണെങ്കിൽ ആ 10 ദിവസം ഞാൻ അടിച്ചു പൊളിക്കും. ശരിക്കും സെലിബ്രേറ്റ് ചെയ്യും. പ്രസാദാത്മക ജീവിതവും പ്രസാദാത്മകമായ വാർദ്ധക്യം എന്നൊക്കെ ചില ഹെഡിങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമ്മളുടെ പ്രായമായി കഴിയുമ്പോൾ അതിനെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മോഡിലേക്ക് വരുത്താനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചു പോകാം. ഓരോ വ്യക്തിക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും, ഓരോ വ്യക്തിക്കും ഓരോ രീതികളായിരിക്കും. ആ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ, ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുന്ന രീതിയിൽ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ്സാണ് സ്നേഹിതന്മാരുടെ ഇങ്ങനെയുള്ളത്. ആ ലൈഫ് എത്ര ദിവസമാണോ ദൈവം തരുന്നത് അത്രയും ദിവസം ദൈവത്തോട് ചേർന്ന് അടിച്ചു പോയി, അതായത് സെലിബ്രേറ്റ് ചെയ്ത് ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കിട്ടാമായിരുന്ന പല കാര്യങ്ങളും മക്കളെ പ്രതിയോ തന്റെ ജീവിതത്തിന്റെ ഒരു ആദ്യത്തെ നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെച്ചയാള് ഇനിയുള്ള ജീവിതം നന്നായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യർക്ക് പ്രീതികരമായിട്ടുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ആശംസയാണ് എനിക്ക് പറയാനുള്ളത്. മാങ്ങയൊക്കെ മറ്റുള്ളവർക്ക് ഷെയ്ക്ക് അടിച്ചു കുടിക്കുന്ന കാര്യം പറഞ്ഞു. ഇടയ്ക്ക് കുറച്ചു ദിവസം പറഞ്ഞ് കുറച്ച് ദിവസമേ ഉള്ളൂ, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തന്നെ വിളിക്കണമെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പോകാറായത് കൊണ്ട് ഇനിയിപ്പം വികാരത്തിൽ വിളിച്ച സ്നേഹമൊക്കെ പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ഏറ്റവും സുഖപ്രദമായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ മറുപടി പ്രസംഗമാണ്. മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഞാൻ ആവരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ചേച്ചി, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ മാർഗദർശിയുമാണ്. എന്ത് കാര്യവും ബാങ്കിന്റെ ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നത് ചേച്ചിനോടാണ്. അപ്പോൾ എനിക്ക് എല്ലാ നേരത്തും എല്ലാ സമയത്തും സപ്പോർട്ട് വന്നിരുന്നതും ചേച്ചിയാണ്. പണ്ട് CLC-യിൽ ഇവിടെ ഞങ്ങളെ സൊഡാറ്റിയാണ്. സൊഡാറ്റിയിലൊക്കെ എന്ത് കാര്യത്തിനും ചേച്ചിയുടെ പ്രസംഗമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കരുത്തായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് ചേച്ചിനെ റിട്ടയർഡായ ചേച്ചി തന്നെ വരണം എന്ന് പറഞ്ഞ് എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ചേച്ചിക്ക് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു.
അതിനുശേഷം ഞങ്ങളുടെ ബാങ്ക് മാനേജർ ഈ ലീവിലാണ്, മാഡത്തിന് വയ്യാതിരിക്കുകയാണ്. എന്നാൽ പോലും എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്ന് 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൊങ്ങോട്ടുപള്ളി ബാങ്കിൻ്റെ മാനേജറിനോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വികാരിച്ചൻ, ഞാൻ ഒരാഴ്ച മുമ്പ് വന്ന് അച്ഛനോട് പറഞ്ഞു എൻ്റെ റിട്ടയർമെൻ്റ് ആണ്, അച്ഛൻ വന്ന് എനിക്ക് ആശംസകൾ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിൻ്റെ കുറേ പരിപാടികളുണ്ട്, ഞാനും കൊച്ചച്ഛനും വന്നേക്കാം എന്നാണ് പറഞ്ഞത്. എന്നാലും അച്ഛനും കൊച്ചച്ഛനും വന്ന വളരെ സന്തോഷം. അച്ഛനും പ്രത്യേകം ഞാൻ വന്നത്. കൊച്ചച്ഛൻ ഞങ്ങൾ അടുത്ത ശനിയാഴ്ച പോവുകയാണ്. എന്നാലും ഞങ്ങളോട് ഇത്രയും കാലം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ എൻ്റെ ഈ കാര്യത്തിനും മറ്റും സഹകരിച്ചതിനും ഞാൻ പ്രത്യേകം അച്ഛനോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ ബാങ്കിലുള്ള എല്ലാ പ്രവർത്തകരോടും, റിട്ടയർഡായിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പ്രത്യേകം നന്ദി. അതോടൊപ്പം എൻ്റെ മക്കളുടെ വീടുകളിൽ വന്നിട്ടുള്ള ബന്ധുക്കാരായ ആൾക്കാർക്കും അവർക്കും, അതേപോലെ തന്നെ എൻ്റെ അയൽക്കാർ, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ ആരോടെങ്കിലും ഇനി പറയാനുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ സഹോദരങ്ങൾ, അനിയത്തി, എൻ്റെ ചേട്ടനും പെങ്ങന്മാർ, അങ്ങനെ എല്ലാവർക്കും, എന്നോട് സഹകരിച്ചിരുന്നവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെ ഒരു വഴി പാട്ട് പാടാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ ദാനം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര സൂചിച്ചാലും മതി വരും. എനിക്ക് പ്രത്യേകം നന്ദി. നമ്മുടെ ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്.